ഈ കുട്ടിക്ക് അറിയോ ശരിക്കും ഇപ്പൊ ഈ സുഷിൻ എന്ന് പറയുമ്പോ ഇപ്പൊ ഇന്ത്യ മൊത്തം നോക്കി കാണുന്ന ഒരു മ്യൂസിഷ്യനാണ്, അല്ലെങ്കിൽ ഇപ്പൊ MG ശ്രീകുമാർ എന്ന് പറയുമ്പോ ചേട്ടന്റെ തന്നെ ഏറെക്കുറെ മെന്റർ പോലത്തെ ഒരു അദ്ദേഹം കൂടിയാണ്. ഇപ്പൊ ഇവരൊക്കെ ഇത്രയും വലിയ മ്യൂസിഷ്യൻസ് ആണ്, ഇവർക്ക് ഭയങ്കര വലിയ സംഭവമാണ്, ഇവരുടെ കൂടെയാണ് മകള് വർക്ക് ചെയ്യുന്നത്, എനിക്ക് പോലും ഇത് കിട്ടിയിട്ടില്ല, അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവരുടെ അടുത്ത്? പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കാലഘട്ടമല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഒരു സുവർണ കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയ അങ്ങനെ നമ്മളൊക്കെ പാടുമ്പോഴത്തേക്കും ഇതിൽ ഇന്റർനെറ്റ് ഇല്ല. ഞാൻ 2007 ഐഡിയ ശാസ്ത്രങ്ങൾ പാടുമ്പോ ഇന്റർനെറ്റ് ഇല്ല. ഇന്റർനെറ്റ് ഉണ്ടോന്ന് വെച്ചാൽ ഇന്റർനെറ്റ് ഉണ്ട്, പക്ഷെ ഇതുപോലെ സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നുമില്ല, സ്ട്രീം ചെയ്യാനില്ല. ഓർക്കുട്ടൊക്കെ ഇങ്ങനെ വന്നു എന്നൊക്കെ അറിയുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ഒരു ശാസ്ത്രീയ സംഗീതനോ ലൈറ്റ് മ്യൂസിക്കിനൊക്കെ ഫസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മള് പത്രക്കാരെ പുറകെ നടക്കണം ഒരു ഫോട്ടോ ആയിട്ട്, എന്റെ ഇതിലിടുവോ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മകൾക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഇത് അറിയാം. പിന്നെ ഞാൻ വർക്ക് ചെയ്തേക്കാളും കൂടുതൽ സ്റ്റുഡിയോസിൽ ഇപ്പൊ പാടി കഴിഞ്ഞു. കൊച്ചിയിലുള്ള എല്ലാ സ്റ്റുഡിയോയിലും, മിക്ക സ്റ്റുഡിയോയിലും പാടി, എല്ലാ ഇലക്ട്രോണിക്കലി അങ്ങനെയുള്ള കുറെ പുതിയ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒക്കെ പാടി അല്ലെ. ഈ നിവിൻ പോളി മറ്റേ 1983 അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, മകന് ക്രിക്കറ്റ് കളിയോട് ഒരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ടല്ലോ ഭയങ്കര. അതുകൊണ്ട് മറ്റേ ഉദയനാട് കാര്യത്തിൽ മറ്റേ സലീം കുമാറിന്റെ ഇല്ലേ ഇങ്ങനെ സ്വന്തം ഇത് കണ്ടിട്ട്, മറ്റേ ക്യാരക്ടർ കണ്ടിട്ടെ ആ ഒരു സന്തോഷം തിയേറ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ ബാലൻ പോയി കണ്ടപ്പോ ഇവളുടെ വോയിസ് 2 പ്രാവശ്യം ലാസ്റ്റ് ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കാൻ നേരത്തും അല്ലാതെ ഇടയ്ക്കും താക്കോല് വരുന്നുണ്ടല്ലോ പാട്ട്. അപ്പൊ ഒരു അച്ഛൻ എന്നുള്ള രീതിയിലും ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിലും വളരെ അഭിമാനവും സന്തോഷമുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെ പോട്ടെ എന്നാണ്. മാത്രമല്ല ഈ ജനപ്രിയമായിട്ടുള്ള സിനിമയിൽ ഒരു പാട്ട് കിട്ടുക. അതെ 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 അതെ. ആദ്യം പടം ഹിറ്റ് ആവണം, പിന്നെ പാട്ട് ഹിറ്റ് ആവണം, അങ്ങനെ കുറെ പ്രോസസ് ഉണ്ടല്ലോ, കുറെ സ്റ്റേജസ് ഉണ്ട്. അത് ദൈവാനുഗ്രഹം കൊണ്ട് അത് വളരെ ഒരു സ്മൂത്ത് ആയിട്ട് തന്നെ നടന്നു. കാരണം നമ്മുടെ വോയിസ് ഓക്കെ പറയാന്നുള്ളതാണ് ഫസ്റ്റ്. ഈ മകൾക്ക് അറിയോ ശരിക്കും ഈ MG ശ്രീകുമാർ അല്ലെങ്കിൽ സുഷിൻ ശ്യാം ഇവരൊക്കെ ഭയങ്കര വലിയ ആളുകളാണ്, അപ്പൊ ഇവരോടൊക്കെ ഒപ്പം വർക്ക് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോ അതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഫസ്റ്റ് ടൈം പറഞ്ഞപ്പോ എനിക്ക് ഈ പേര് മാത്രം ഞാൻ കേട്ടിട്ടുള്ളൂ, ആളാരാന്ന് എനിക്ക് അറിയേയില്ല. പിന്നെ പറഞ്ഞപ്പോഴാണ്, ഫോട്ടോയൊക്കെ കാണിച്ചു തന്നപ്പോഴാണ് മനസ്സിലായത് വലിയ മ്യൂസിക് ഡയറക്ടർ. സുഷിൻ ശ്യാം എന്തെങ്കിലും പറഞ്ഞിരുന്നോ, പാട്ട് കേട്ടിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് പറഞ്ഞിരുന്നോ മകളുടെ അടുത്ത്? നല്ല രസമുണ്ട് എന്നൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു, നേരിട്ട് കണ്ടിട്ടില്ല. ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോ എടുത്തിട്ടില്ല. നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പുള്ളി എപ്പോഴെങ്കിലും എറണാകുളത്ത് ഉള്ളപ്പോ എടുക്കണമെന്നുണ്ട്. അങ്ങനെ ഈ താക്കോല് പാടുമ്പോ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു കുട്ടി താക്കോലിന്റെ ഒരു പാട്ട് പഠിക്കുകയാണ്, അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാക്കയൊക്കെ കൂടെ ഇവിടെയൊക്കെ പോലത്തെ റൈം പോലെയാണ് പാടേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിരുന്നു അവിടുന്ന്? കുറച്ചൊക്കെ പറഞ്ഞു തന്നു. പിന്നെ സ്കൂളില് പഠിക്കണ ഇങ്ങനെ എന്താണ് കുഞ്ഞു പിള്ളേര് പഠിക്കുന്ന കാലം അങ്ങനത്തെ ഒക്കെ പറഞ്ഞു തന്നു. അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് വേണ്ടെന്നാ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ. എത്ര വയസ്സുണ്ട്? 10 വയസ്സ്. അവള് സംസാരിക്കാനൊക്കെ പഠിച്ചു ഇങ്ങനെ അങ്ങനെയാണ്. എക്സ്പീരിയൻസ് വേണമെന്നൊക്കെ ഒരു കുട്ടി പറയണത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. അടിപൊളി. താക്കോല് ഒന്ന് പാടിത്തരുത്. കണ്ടു കണ്ടു താക്കോല്, കുഞ്ഞന്തവളയുടെ താക്കോല്, നാട്ടിൽ തെണ്ടി നടക്കുമ്പോൾ കാണാതായൊരു താക്കോല്, കാണാതായൊരു താക്കോല്, മണ്ണ് കുഴിക്കും ഞണ്ടളിയ, കണ്ടോ നീയാ താക്കോല്, കണ്ടോ നീയാ താക്കോല്, മണ്ണ് കുഴിക്കും നേരം എങ്ങനെ കാണും താക്കോല്. ഈ താക്കോൽ ഇറങ്ങിയതിനു ശേഷം ആളുകള് ഈ പാട്ട് പാടിയ ആളാരാണെന്ന് അറിയാന്ന് വെച്ചിട്ട് പിന്നെയും വാഴത്തെ കാര്യമായിട്ട് ഒരുപാട് റീലുകളൊക്കെ പിന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ സിംഗറിനെ നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ള കാര്യത്തിലൊക്കെ ആ റീലുകൾ നിങ്ങൾക്ക് എത്തുന്നുണ്ടോ? ആ റീലുകൾ കാണുമ്പോ എന്താണ് ഫീലിംഗ്? നമ്മളോട് ആദ്യം തന്നെ ഫോൺ വിളിച്ചവർ ചോദിച്ചിട്ടാണ് അങ്ങനെ എന്താ ഡീറ്റെയിൽ എടുത്തിട്ടാണ് അവരത് വീഡിയോ ചെയ്യുന്നത്. എന്നോട് 1-2 പേര് അങ്ങനെ ഫോൺ വിളിച്ചപ്പോ ഞാൻ യാത്രയിലൊക്കെ ആയിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ കഴിയുന്ന അത്രയും റിപ്ലൈ അടിച്ചു. അച്ഛന്റെ പേരെന്താ, അമ്മയുടെ പേരെന്നൊക്കെ ചോദിച്ചു, കുട്ടിയുടെ പേരെന്താന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവർ ഡീറ്റെയിൽ എടുത്തിട്ടാണ് നമ്മുടെ ഇത് എടുത്തിട്ട് നമുക്ക് തന്നെ അത് കൊളാബ് ചെയ്യും, സെറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെ ഈ റെക്കോർഡിങ്ങിന്റെ ഒക്കെ ഇടയിലേ സ്കൂളൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? സ്കൂളിൽ പോണതും അല്ലെങ്കിൽ കൂട്ടുകാരെയൊക്കെ മിസ് ചെയ്യുക അങ്ങനെ ഉണ്ടോ? കുറച്ച്. ഈ സ്കൂളിലത്തെ നോട്ട്സ് എഴുതണയാണ് ഏറ്റവും വലിയ പാട്. മോൾ തന്നെയാണോ എന്നിട്ട് പകർത്തി എഴുതണ? അച്ഛനും അമ്മ എങ്ങനെ ഹെൽപ്പ് ചെയ്യോ? അല്ല, ഹെൽപ്പ് ചെയ്യാൻ നോക്കും, പക്ഷെ സ്കൂളിൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല.
ഓ, ഞങ്ങളുടെ കാലത്ത് അത് പിന്നെയും കുറച്ച് എളുപ്പമാണ്. എനിക്ക് അമ്മയൊക്കെ എഴുതുന്നുണ്ട്. ഈ ഫ്രണ്ട്സിനൊക്കെ അറിയോ മോള് സിംഗറാണ്, പടത്തിൽ പാടിയിട്ടുണ്ട്, അവരോടൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? ആ. എല്ലാവരും നന്നായിട്ട് പാടി, ടീച്ചർമാരൊക്കെ എപ്പോഴും പാട്ട് പഠിപ്പിക്കാറുണ്ട് സ്കൂളിൽ നിന്നൊക്കെ. വാഴ ഇറങ്ങിയിട്ടാണോ അല്ലെങ്കിൽ ബാലൻ ഇറങ്ങിയിട്ടാണോ, ഏത് ഇറങ്ങിയപ്പോഴാ സ്കൂളിൽ കുറച്ചുകൂടി ഫേമസ് ആയത്? അത് ഇപ്പൊ ബാലൻ ഇങ്ങനെ ഇറങ്ങി വരണല്ലേ ഉള്ളൂ. വാഴ 2-ലാണ് ഏറ്റവും ഇങ്ങനെ സ്കൂളിലൊക്കെ അസംബ്ലി ഒക്കെ ആയി അങ്ങനെ വന്നത്. ഈ വാഴ സത്യം പറഞ്ഞ ഭയങ്കര ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. ആ പാട്ടുമാരുടെ ലിറിക്സും ഇപ്പോ അതിമനോഹരവും അല്ലെങ്കിൽ വാനില ചെടിക്കും ശേഷം ആഫ്റ്റർ റിലീസ് അല്ലെങ്കിൽ OTT റിലീസ് എന്നൊക്കെ പറയുന്ന ഏരിയയില് നമ്മിൽ നാം തന്നെ അല്ലേ, തമ്മിൽ പിരിഞ്ഞവരല്ലേ, കൂടെ പിറന്നവരല്ലേ എന്ന് പറയുന്ന ആ 3 വരികളും ഭയങ്കരമായിട്ട് ആളുകൾ ഉപയോഗിക്കുകയും ഈ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിന് ഒക്കെ കാണിക്കുമ്പോൾ റീലുകൾക്കൊക്കെ ആറായിട്ട് ആ പാട്ട് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വന്നുപോയി. വാഴ എന്ന പാട്ട് പാടിയതിനു ശേഷം ആ പാട്ടിന്റെ ഒരു ഔട്ട് നിഖിൽ കൂടി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇത് കുറച്ചധികം റീച്ച് ആയിരിക്കും അല്ലെങ്കിൽ ഇതൊരു മാറ്റം ഉണ്ടാവും, അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു? വാഴ ആണ് നമ്മുടെ ഒരു ലൈഫ് ചേഞ്ചർ, ലൈഫ് ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇത്. ഈ വാഴ 2-ലേക്കാണ് പാടാൻ വിളിക്കുന്നതെന്ന് നമുക്കറിയില്ല. പർവതീഷിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നു, ഞാനും ഇല്ല സമയത്ത്. വൈഫാണ് മോളെ കൊണ്ട് പോകുന്നത്. അപ്പൊ മോളിങ്ങനെ പാടുന്നു, പർവതീഷ് എന്ന് പറയുന്നു വൈഫിനോട് ഇങ്ങനെ ഇത് പടത്തിലുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത റെക്കോർഡിങ് അങ്ങനെ പോയി. നമ്മൾ ഇതിനെ കുറിച്ച് പിന്നെ ചിന്തിക്കുന്നില്ല. വാഴ 2-ല് നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇതിപ്പോ ചില പാട്ട് പാടിയിട്ട് അത് ഏത് പാടാന്ന് നമുക്കറിയില്ല. നമ്മള് ഇത് മ്യൂസിക് ഡയറക്ടർ ഇന്ന ആളല്ല. ഓക്കെ ചിലപ്പോ ഏതാ പാടം ഈ കഴിഞ്ഞ ദിവസം ഒരു ഹാഫ് എന്നുള്ള പടം പാടി സോളോ പാടിയത്. സോളോ പാടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഈ കോറസ് അല്ലേ നമ്മളിങ്ങനെ കൂടുതലും പാടാറല്ലേ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ചാൻസ് കിട്ടുമ്പോ ഒരു സോളോ മോളെ ഇതൊന്നും പാടിക്കുക എന്ന് പറയുമ്പോൾ സോളോ പാടുന്നത് അതൊക്കെയാണ് ഈ പടത്തിലൊക്കെ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോ വിളിച്ചിട്ട് നിങ്ങളെ ഇത് 2 വരി പാടാൻ ഞാൻ വിളിച്ചിരിക്കുകയാണ്, വരൂ, അങ്ങനെയില്ല. അവിടെ ചെല്ലുമ്പോ ഉള്ള ആ സിറ്റുവേഷൻ അനുസരിച്ച് മ്യൂസിക് ഡയറക്ടേഴ്സ് തോന്നുവാണ് ഇത് കൊച്ചിനെ കൊണ്ട് 2 പാടിച്ചു നോക്കാം, എന്നിട്ട് ഡയറക്ടറെ കേൾപ്പിക്കാം, ഓക്കെ പറയുകയാണെങ്കിൽ പടത്തിലിട്ടേക്കാം. ഒരു സംഭവമാണ് വാഴ 2-ല് അത് വർക്കായത്. അപ്പോ ആദ്യം വാഴ 1-ലായിരുന്നു മറ്റേ ഇന്ത്യന്റെ അതിമനോഹരം അതല്ലേ, അതായിരുന്നു പാടിയത്. അപ്പോഴാണ് നമ്മുടെ ഡയറക്ടർ പേരുന്ന രജിത് പ്രകാശുമായിട്ട് കണക്ഷൻ ആയത്. അപ്പൊ അങ്ങനെയാണ് പിന്നെ വാഴ 2-ല് മറ്റേ പാട്ട് പാടാനാണ് ആദ്യം പോയത്. ഇത് നമ്മുടെ വാനിലച്ചെടി. കോറസ് പാടിയിട്ടുണ്ടോ? വാനിലച്ചെടിയിലെ 2 വരി നിലയം പഠിക്കണേ. വാനിലച്ചെടിയെ അത് പഠിക്കുമ്പോളെ വാനിലച്ചെടിയെ വാനോളം വളര്, വാനിലച്ചെടിയെ വാനോളം വളര്. അത് പാടി അത് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുക അത് പാടിയവര് അവരുടെ മലയാളി മങ്കീസ് അവരുടെ സ്റ്റുഡിയോ ഉണ്ട്, അവിടെ പോയി പാടിയത്. അപ്പൊ അവിടെയാണ് രജത്തൊക്കെ ഇരുന്നിരുന്നത്. അപ്പം രജത്ത് പറഞ്ഞ് നമുക്കൊരു ഞാനൊന്നും ഈ പടത്തിൽ ഒരു ഇതും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ പറയട്ടെ. പിന്നെ നമ്മളത് വിട്ടു. അതിന് വേറെ പടങ്ങളൊക്കെ പാടി ഞാൻ എന്റെ ഷോസിനൊക്കെ ആയിട്ട് പുറത്തു പോയി. അപ്പം വൈഫ് വിളിക്കുന്നുണ്ട്, ഇങ്ങനെ നിളനെ പാടാൻ വിളിച്ചിട്ടുണ്ട്, പുതിയൊരു ഡയറക്ടറാണ് പർവതീഷ് എന്ന പേര്. അപ്പൊ എനിക്കറിയില്ല വാഴ 2-ല് പർവതീഷ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പൊ ഞാൻ വിട്ടോ, കുഴപ്പമില്ല, എന്നിട്ട് പോയി പാടി തിരിച്ചു വന്നു. പിന്നെ വാഴ 2 ഇറങ്ങുമ്പോഴാണ് അനിയും പോയി കണ്ടിട്ടാണ് പറയണേ വാനിലച്ചെടിയിൽ നിളയുടെ വോയിസ് ഉണ്ട്, പക്ഷെ ലാസ്റ്റ് ഒരു കൊച്ചിന്റെ വോയിസ് വരുന്നുണ്ട്, അത് നിളയുടെ വോയിസ് ആണെന്ന് എനിക്ക് സംശയമുണ്ട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആണോ അതെ എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ 2 ദിവസം കഴിഞ്ഞപ്പോ എന്നെ കുറെ പേര് ടാഗ് ചെയ്ത് തുടങ്ങി, നിന്റെ മോളാണോ നിഖിലിന്റെ മോളാണോ എന്ന്. അപ്പൊ ഞാനും നോക്കിയപ്പോഴാണ് തിയേറ്ററിൽ നിന്ന് ചെറിയ ക്ലിപ്പ് ഇറങ്ങുമല്ലോ, ഇവളുടെ വോയിസായിട്ട് സാമ്യമുണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഉറപ്പിക്കാൻ പറയട്ടെ, ഞാൻ തിയേറ്ററിൽ പോയി ഒന്ന് കാണട്ടെ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നമ്മൾ 2 പേരാണ് പോയി കണ്ടത്. 2 പേരും പോയി കണ്ടപ്പോഴാണ് ഇവളുടെ വോയിസ്. അപ്പോഴാണ് പർവതീഷ് നമ്മൾ വിളിച്ച് പർവതീഷ് ഇതിലായിരുന്നല്ലേ എന്ന് പറയുന്നത്, താങ്ക് യു ഒക്കെ പറഞ്ഞത്.